ശ്രീ കെ വിശ്വനാഥ് ചേരുന്നത്. ശ്രീ വിശ്വനാഥ്, വളരെ എനിക്ക് തോന്നുന്നു നമ്മൾ രവീന്ദ്ര ജഡേജയെ കുറിച്ചുകൂടി കൂടുതൽ പറയണം. കാരണം ഇപ്പോഴത്തെ ടീമിനെ നോക്കിയാൽ തന്നെ ഏറ്റവും സീനിയറായ താരങ്ങളിൽ ഒരാളാണ് രവീന്ദ്ര ജഡേജ. ഓൾറൗണ്ടർ എന്ന നിലയിൽ ലോകത്ത് തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരു ടീമിൻ്റെ ജയത്തിന് വേണ്ടി ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒക്കെ എങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്യാമെന്ന് തെളിയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു പ്രതിഭ അത് പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ, അല്ലേ? രവീന്ദ്ര ജഡേജ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴത്തെ ഏറ്റവും സീനിയറായ താരമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഗൈഡ് ചെയ്യേണ്ടത് ശരിക്കും രവീന്ദ്ര ജഡേജയാണ്. അതോടൊപ്പം തന്നെ സിറാജിനെ പോലുള്ള ഒരു ബൗളർ ഇന്ത്യൻ ടീമിലെത്തി ഇപ്പം പരിചയസമ്പന്നൻ എന്ന് പറയാം. കാരണം മറ്റുള്ളവരെല്ലാം തന്നെ പുതിയ ആളുകളായതുകൊണ്ട് പരിചയസമ്പന്നൻ. സിറാജിന്റെ ഒരു സംഭാവന വളരെ വലുതാണ്. അവസാന ഓവറുകളിൽ അദ്ദേഹം കാണിച്ച ഒരു സ്ഥിരമായ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബൗളിംഗ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കാര്യം നമ്മൾ ഇതിൽ പറയേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിന്റെ അവസാന ബാറ്റ്സ്മാനായിട്ട് പരിക്കേറ്റുന്ന വോക്സ് ഒരു കൈ പ്ലാസ്റ്റർ ചെയ്ത് ഉള്ളിൽ കെട്ടിയിട്ട് കളിക്കാൻ ഇറങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇന്ത്യ ജയിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ ആരാധകനായ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കടുത്ത ആരാധകനായ ഒരാളാണ് ഞാൻ. പക്ഷെ അതേ സമയത്ത് ഇംഗ്ലണ്ട് ആ കാണിച്ച ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഒരു നിമിഷം നമ്മൾ ഇംഗ്ലണ്ട് ജയിക്കണം എന്ന് ആഗ്രഹിച്ചു പോകുന്നതാണ്. കാരണം എന്നിട്ട് ആ അവസ്ഥയിൽ നിന്ന് അവരുടെ ലാസ്റ്റ് വാലറ്റ് ബാറ്റ്സ്മാനായ അക്കിൻസൺ 10 റൺസ് മറ്റേയാളെ വോക്സിനെ ആ എൻഡിൽ നിർത്തിക്കൊണ്ട് എടുക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല 2 ഓവറിന്റെ അവസാന പന്തിൽ ഓരോ റൺസ് എടുത്തുകൊണ്ട് അയാൾക്ക് വോക്സിന് സ്ട്രൈക്ക് കൊടുക്കാതെ ഫേസ് ചെയ്തു. ഇത് സത്യത്തില് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യമാണ്, അല്ലെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ വലിയ ഒരു സംഭവമായിട്ട് ഇതിനെ അടയാളപ്പെടുത്തണം. ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. മറ്റേയാൾക്ക് ബാറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. ഒരു കൈ പ്ലാസ്റ്ററിട്ട് ഷർട്ടിന്റെ ജേഴ്സിയുടെ ഉള്ളിൽ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിൽ അയാൾ ഇറങ്ങാൻ കാണിച്ച ഒരു തരം ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അപ്പൊ അത് ശരിക്കും ആദരിക്കപ്പെടേണ്ടതാണ്. അത് ശരിക്കും ഞാൻ പറയുന്നത്, ആ ബാറ്റ്സ്മാൻ അങ്ങനെ ഇറങ്ങുമ്പം പഴയ കാലത്തെ പ്ലെയേഴ്സ് ആണെങ്കിൽ എതിർപക്ഷവും കയ്യടിയോടുകൂടി സ്വീകരിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതൊരു വല്ലാത്ത ഒരിക്കലും അനിൽ കുംബ്ലെ കാണിച്ചിട്ടുണ്ട്. അനിൽ കുംബ്ലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് തലയിൽ പരിക്കേറ്റിട്ട് തലയ്ക്ക് ബാൻഡേജ് ഇട്ടുകൊണ്ട് ദീർഘമായി ബൗൾ ചെയ്ത ഒരു ടെസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വളരെ അപൂർവമായ സംഭവങ്ങളും ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ സംഭവിക്കാറുണ്ട്. അത് തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ക്ലാസിക് സ്റ്റൈൽ. എന്നിരുന്നാലും ഇന്ത്യയുടെ വിജയത്തിന്റെ മാറ്റം ഒന്നും കുറയുന്നില്ല. പ്രത്യേകിച്ചും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോലുള്ള ബാറ്റ്സ്മാൻമാര് അല്ലെങ്കിൽ മുതിർന്ന താരങ്ങൾ റിട്ടയർ ചെയ്തതിന് ശേഷം താരതമ്യേന ഒരു പുതിയ ബാറ്റ്സ്മാൻ, ഒരു യുവനിരയെ വെച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലീഷുകാർ പറഞ്ഞത് ഇന്ത്യക്കെതിരായ മത്സരം ഓസ്ട്രേലിയക്കെതിരായുള്ള ആഷസിന് മുമ്പുള്ള ഒരു പരിശീലനം പോരാട്ടം മാത്രമാണെന്ന്. പക്ഷെ അത് തിരുത്തി പിന്നിൽ നിന്ന് 2 പ്രാവശ്യം തിരിച്ചു വന്നിട്ട് പരമ്പര സമനിലയിലെത്തിക്കുകയാണ്. വളരെ ഇന്ത്യൻ ക്രിക്കറ്റിന് എക്കാലത്തും ഓർത്തു വെക്കാവുന്ന, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മണ്ണിൽ അങ്ങനെ ഒരു വിജയമാണ്. ഈ കാര്യത്തിൽ ഗില്ലിന്റെ ബാറ്റിംഗ്, ഒപ്പം തന്നെ അയാളുടെ ക്യാപ്റ്റൻസി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. വളരെ യങ് ആയുള്ള ഒരു ക്യാപ്റ്റൻ ഇത്ര നല്ല രീതിയിൽ മുന്നിൽ നിന്ന് ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയാവുന്ന രീതിയിൽ ലീഡ് ചെയ്തു. അതോടൊപ്പം തന്നെ സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ബുംറ, നമ്മുടെ ഏറ്റവും പരിചയസമ്പന്നനായ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പേസ് ബോളറെ ഓരോ മാച്ച് കളിപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടാണ്. അവസാന മാച്ചിലും അയാൾ കളിച്ചിട്ടില്ല. ഈ ജയിച്ച 2 മാച്ചിലും ബുംറ കളിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. തീർച്ചയായിട്ടും ഇന്ത്യയുടെ അല്ലെങ്കിൽ യുവനിര വലിയ അഭിനന്ദനം അറിയിക്കുന്നു. വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മണ്ണില് വളരെ വ്യത്യസ്തമായ ഒരു കണ്ടീഷനിൽ ഇങ്ങനെയൊരു ടെസ്റ്റ് സീരീസ് സമനിലയിലെത്തിക്കാൻ കഴിഞ്ഞു. വീരോചിതമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും. ജയത്തേക്കാൾ അപ്പുറമുള്ള ഒരു നേട്ടമായി ഞാനിതിനെ കാണും.